അപ്പോൾ പ്രിയപ്പെട്ടവരെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. വിദ്യാർത്ഥി സമരം അതിൻ്റെ ഫലം കണ്ടു. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് ഭരണത്തിലേർപ്പെട്ട ആളുകളാണ് ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഓർമ്മ ഉണ്ടാവണം. അതായത് തോന്നിയതുപോലെ ഈ രാജ്യത്ത് ഏറ്റവും വലിയ പരീക്ഷ, നീറ്റ് പരീക്ഷ പോലുള്ള പരീക്ഷകൾ കുട്ടികൾ അങ്ങേയറ്റം പഠിച്ച് അതിൻ്റെ ചോദ്യപേപ്പർ തന്നിഷ്ടപ്രകാരം സൗകര്യപൂർവം ഓരോരുത്തർക്ക് ചോർച്ച നടത്തി കൊടുത്തു, കട്ടെടുത്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾ തയ്യാറല്ല. നേരെ മറിച്ച് ഇതിനൊക്കെ പ്രതികരിക്കുന്ന ഒരു സമൂഹം എക്കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഭരണകൂടത്തിന് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്ക് എത്തിച്ച അത്രമേൽ വലിയ സമരത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ്. ശബ്ദിക്കുന്ന ശബ്ദങ്ങളെയൊക്കെ, പ്രതികരിക്കുന്ന ശബ്ദങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാം നേടാം. അത്തരം ശബ്ദിക്കുന്ന പ്രതികരിക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുപോയി തുറുങ്കിലടച്ചാൽ അതെല്ലാം അതുകൊണ്ട് എല്ലാം നേടാം എന്ന് വിചാരിക്കുന്നത് വളരെ മിഥ്യാധാരണയാണ്. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അനീതിയോട് സമരസപ്പെട്ട ഒരു ചരിത്രവും ഇന്ത്യയിലില്ല. നമുക്കറിയാലോ, ഇവിടെ ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ തുടങ്ങി വിദേശ ശക്തികൾ എല്ലാവരും ഇന്ത്യയെ ആക്രമിച്ച് ഏകാധിപത്യത്തോടു കൂടി ഇന്ത്യയെ വരുതിയിലാക്കിയപ്പോൾ അവരോടൊന്നും തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ സഹകരിച്ചിട്ടില്ല, സമരസപ്പെട്ടിട്ടില്ല. അവരോടൊക്കെ അങ്ങേയറ്റത്തെ പോരാട്ടമാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിലുള്ളത്. അതല്ലാതെ മാന്യമായി വന്ന് ഇന്ത്യയിൽ കച്ചവടം ചെയ്യുന്ന ധാരാളം വിദേശ രാജ്യങ്ങളുണ്ട്, അവരോടൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതുപോലെ എക്കാലത്തും ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അനീതിയോട് സമരസപ്പെടുന്ന ഒരു നിലക്കുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പോലും കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മളെ ജൻസി പിള്ളേര്, യുവാക്കൾ, യുവതലമുറ അവരത് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട്. മാത്രവുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കരുതും ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വെറും റീൽസും മറ്റുള്ളതൊക്കെ ഇട്ടിങ്ങനെ നടക്കണം. അല്ലട്ടോ, അവരൊക്കെ കൃത്യമായി രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെയും ഒക്കെ നോക്കി മനസ്സിലാക്കി അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള ഒരു ബോധ്യം ഇവിടുത്തെ സകലമാന ഭരണകൂടത്തിനും മറ്റു നിയമ സംവിധാനങ്ങൾക്കും ഇവിടുത്തെ മുത്തശ്ശി പാർട്ടികൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ. മാത്രവുമല്ല, അവരെ വിമർശിച്ചിരുന്ന കുറേ തത്വചിന്തകന്മാരും മറ്റോലൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇപ്പൊ കൃത്യമായി ബോധ്യപ്പെട്ടു ഇവരൊന്നും ചെറിയ ആൾക്കാരല്ല എന്നുള്ളത്. അവര് നിയമത്തിനോട് സംസാരിച്ചതും അവര് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതും അവര് ഭരണകൂടത്തോട് സംസാരിച്ചതും ഒക്കെ നമ്മളിങ്ങനെ നോക്കിക്കാണുമ്പോൾ ആഹാ, തിരക്കടില്ലല്ലോ, കുട്ടികൾ എങ്ങനെയൊക്കെ സംസാരിക്കൂലേ, അവരിങ്ങനെയൊക്കെ പ്രതികരിക്കൂലേ, അവർക്ക് ജനാധിപത്യത്തെ, അവരുടെ ഫണ്ടമെന്റൽ മൗലിക അവകാശങ്ങളെ ചോദിച്ചു വാങ്ങാനൊക്കെ അവർക്ക് കഴിയൂലേ എന്നുള്ളതൊക്കെ ബോധ്യപ്പെട്ട ദിവസങ്ങളായിരുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞുപോയത്. അതൊക്കെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. ഏതായാലും അവരവരുടെ സമരത്തിൽ വിജയം കണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നത് വരെ സമരം എന്നാണ് അവർ ആഹ്വാനം ചെയ്തത്. അവർ രാജിവെച്ചിരിക്കുന്നു. ഇനി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഏതായാലും ഇന്ത്യ രാജ്യം ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് മോദി ഭരണകൂടത്തിന്, ഇന്ത്യ രാജ്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിച്ച സമര ദിനങ്ങളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.